Question number 9. ചാപ്റ്റർ ഓർഗാനിക് ആണ്. ഓർഗാനിക്കിൻ്റെ പല ചാപ്റ്ററുകളിൽ നിന്നുള്ള ടോപ്പിക്കുകളുണ്ട്. ആക്ച്വലി ആൽക്കോഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ഉണ്ട്, ഹൈഡ്രോകാർബൺസ് ഉണ്ട്. അങ്ങനെ 2-3 ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യമാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗിവൺ ബിലോ ആർ ദ 4 ഐസോമറിക് കോമ്പൗണ്ട്സ് PQRS. തന്നിരുന്ന കോമ്പൗണ്ടുകളെ നോക്കുക. ദിസ് ഇസ് P, ദിസ് ഇസ് Q, ദിസ് ഇസ് R, ദിസ് ഇസ് S. ഐഡന്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ എന്നാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാം. 1. Q, R and S will give precipitate with 2,4-DNP. അപ്പോൾ 2,4-DNP ടെസ്റ്റ് തരണമെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടാവണം. ഒന്നുകിൽ ആൽഡിഹൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കണം. Q ആൽഡിഹൈഡ് ആണ്, ഇവന് 2,4-DNP ടെസ്റ്റ് തരാം. R കീറ്റോൺ ആണ്, 2,4-DNP ടെസ്റ്റ് തരാം. S has also a keto group, 2,4-DNP ടെസ്റ്റ് തരാം. അല്ലേ? 2,4-ഡൈനൈട്രോ-ഫിനൈൽ ഹൈഡ്രസീനുമായി റിയാക്ട് ചെയ്ത് ഓറഞ്ച് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് 2,4-ഡൈനൈട്രോ-ഫിനൈൽ ഹൈഡ്രസോൺ ആയിട്ട് മാറാം. ഇനിയോ, അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. P and Q will give positive Bayes test. Bayes ടെസ്റ്റ് തരണമെങ്കിൽ അൺസാച്ചുറേഷൻ വേണം. ഒന്നുകിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വേണം, അല്ലെങ്കിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വേണം. അപ്പോൾ P എന്ന് പറയുന്നയാൾക്ക് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബയസ് ടെസ്റ്റ് തരാം. Q എന്ന് പറയുന്നവൻ എന്തില്ല? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇല്ല. അതുകൊണ്ട് Qവിന് ഒരിക്കലും ബയസ് ടെസ്റ്റ് തരാൻ കഴിയില്ല. സോ B is wrong. Q and R will give സൂട്ടി ഫ്ലെയിം. സൂട്ടി ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കി ഫ്ലെയിം. അരോമാറ്റിക് കോമ്പൗണ്ടുകൾക്കെല്ലാം സ്മോക്കി അല്ലെങ്കിൽ സൂട്ടി ഫ്ലെയിം തരാം. Qവും Rഉം അരോമാറ്റിക് ആണ്. സോ സൂട്ടി ഫ്ലെയിം തരാം, സ്മോക്കി ഫ്ലെയിം തരാം. C കറക്റ്റാ. ഡിയിൽ എന്താ പറയുന്നത്? ആറും എസും യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വിത്ത് അയഡിൻ ആൻഡ് NaOH തരും എന്ന് പറഞ്ഞാൽ അയഡോഫോം ടെസ്റ്റ് തരും. ദിസ് ഇസ് ആറിന് അയഡോഫോം ടെസ്റ്റ് തരാൻ പറ്റുമോ? പറ്റും, കാരണം ഇതൊരു മെത്തൈൽ കീറ്റോൺ ആണ്. അപ്പോൾ അവന് അയഡോഫോം ടെസ്റ്റ് തരാം. എസ് Qവും Rഉം, Qവിന് പറ്റുമോ? ആറും എസ്സും അല്ലേ? ആറും എസ്സും ആണ്. ആറിന് പറ്റുമെന്ന് മനസ്സിലായി. എസ്സിന് പറ്റില്ല, കാരണം എസ് ഒരു കീറ്റോൺ ആണ്, പക്ഷെ മെത്തൈൽ കീറ്റോൺ അല്ല. അപ്പോൾ D is wrong. അടുത്തത്, Q alone will deposit silver with tolerance reagent. ടോളറൻസ് ടെസ്റ്റ് തരണമെങ്കിൽ, സിൽവർ മിറർ ടെസ്റ്റ് തരണമെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവണം. Q എന്ന് പറയുന്നത് മാത്രമേ ആ ടെസ്റ്റ് തരുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് Qവിൽ ആൽഡിഹൈഡ് ഉണ്ടല്ലോ. സോ Qവിന് എന്ത് ചെയ്യാം? ടോളറൻസ് ടെസ്റ്റ് തരാം. ഈസ് കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എയും സിയും ഇയും കറക്റ്റ് ആണ് നമ്മൾ പറയേണ്ടി വരും. എയും സിയും ഇയും കറക്റ്റ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും.